പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമ്മുടെ പ്രവൃത്തി പഠനത്തിൻ്റെ മറ്റൊരു നിർമ്മാണ മേഖലയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഷൂ റാക്കാണ്. നമ്മുടെ ചെരുപ്പുകളും ഷൂസുകളൊക്കെ നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റാക്ക്, ഷൂ റാക്ക്. നമുക്കിതിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ആദ്യമേ നോക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദിസ് വർക്ക്. ഇത് PVC പൈപ്പാണ്. ഈ PVC പൈപ്പ് 20 mm PVC പൈപ്പാണ്. 20 mm എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ ഭാഗത്തെ ഇതിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ 20 mm എന്ന് പറയുന്നത്, നീളമല്ല. അപ്പോൾ 20 mm PVC പൈപ്പ് ഇത് 60 സെൻറ്റിമീറ്റർ നീളമുണ്ട്. അങ്ങനെയുള്ള 8 എണ്ണം. അപ്പം 20 mm PVC പൈപ്പ് ഹാവിംഗ് ലെങ്ത് 60 സെൻറ്റിമീറ്റർ, 8 numbers. അടുത്തതായി 25 സെൻറ്റിമീറ്റർ നീളമുള്ള 6 കഷ്ണം. PVC പൈപ്പിൻ്റെ 25 സെൻറ്റിമീറ്റർ നീളം ഉള്ള പൈപ്പ് 6. അപ്പോൾ PVC പൈപ്പ് ഹാവിംഗ് ലെങ്ത് 25 സെൻറ്റിമീറ്റർ, 6 numbers. അതുപോലെ തന്നെ അടുത്ത ഒരു സെറ്റ് PVC പൈപ്പ് 15 സെൻറ്റിമീറ്റർ ഹാവിംഗ് ലെങ്ത് 15 സെൻറ്റിമീറ്റർ, അത് 4. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇത് കണ്ടോ, ഇത് ടീ പോലിരിക്കുകയല്ലേ ഈ സാധനം. നോക്കി ഇങ്ങനെ വന്നിട്ട് ടീ പോലിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേര് ടീ. ഇത് PVC കൊണ്ടുണ്ടാക്കിയതായതുകൊണ്ട് PVC ടീ. നമ്മൾ 20 mm പൈപ്പാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫിറ്റിങ്സുകളെല്ലാം 20 mm ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു 20 mm പൈപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം. ആ സൈസുള്ള ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഈ ടീ, PVC ടീ, 20 mm ടീ. ഇത് നോക്കി എങ്ങനെ ഇരിക്കുക, ഒരു എല്ല് പോലെ ഇരിക്കുകയല്ലേ, ഒരു വളഞ്ഞ് ഒരു ബോ ആകൃതിയിൽ എല്ല് പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇതിനെ എൽബോ, PVC എൽബോ, 20 mm PVC എൽബോ എന്ന് പറയും. ഇത് 4 എണ്ണം വേണം. ഇത് ഒരു കണക്റ്റിംഗ് പൈപ്പാണ്. നമ്മുടെ പൈപ്പിനെ ഒരു 2 സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചതാണ്. ഇതിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞാൽ 2 ഫിറ്റിങ്സുകൾ തമ്മിൽ കൂടിച്ചേരത്തില്ല. ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. 2 ടീ, ഈ 2 ടീകൾ തമ്മിൽ അകത്തേക്ക് കയറില്ല. അപ്പോൾ അതിന് നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഒരു പീസ് ഉപയോഗിക്കും. അതിനുവേണ്ടി ഉപയോഗിക്കാനാണ് നമ്മൾ ഈ പീസ് വെട്ടി വെച്ചിരിക്കുന്നത്. ഇത് 24 എണ്ണം, 24 PVC പീസസിലാണ്. ഓക്കെ, ഇത് പൈപ്പുകൾ തമ്മിൽ ഒട്ടിക്കാനുള്ള ഒരു സൊല്യൂഷനാണ്. നമ്മൾ പേപ്പർ പശ വെച്ച് ഒട്ടിക്കുന്നത് പോലെ പൈപ്പുകൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പശയാണ്. ഇതിൻ്റെ പേര് സോൾവെൻ്റ് സിമെൻറ്റ്. ഈ സോൾവെൻ്റ് സിമെൻറ്റ് ഉപയോഗിക്കുന്നത് PVC പാർട്ടുകൾ തമ്മിൽ ബന്ധിപ്പിക്കാനാണ്. GI പൈപ്പുണ്ട്, ഇരുമ്പ് പൈപ്പ്, അതിന് വേറെ ഷെല്ലാക്ക് എന്ന് പറയുന്ന സാധനമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ PVC പൈപ്പ് കൊണ്ടാണ് മുഴുവൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പൈപ്പിനെ തമ്മിൽ യോജിപ്പിക്കാൻ അല്ലെങ്കിൽ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സോൾവെൻ്റ് സിമെൻറ്റാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതൊരു സിമെൻ്റ് ഒന്നുമല്ല, ഇതൊരു സൊല്യൂഷനാണ്. കണ്ട് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഈ സൊല്യൂഷൻ ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് കണ്ട് ഈ ടീ എടുക്കുന്നു. ടീയിൽ നമ്മൾ സോൾവെൻ്റ് തേച്ചു. അതിനുശേഷം നമ്മുടെ ആ ചെറിയ പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി. ഇനി നമ്മൾ അടുത്ത ഒരു ടീ എടുക്കുന്നു. അതിനെ ഇത് തമ്മിൽ കണ്ട് ഇങ്ങനെ ചേർത്ത് ഒട്ടിക്കുന്നു. ആ ഗ്യാപ്പൊന്നും വരുന്നില്ല, കറക്റ്റായിട്ട് ചേർത്ത് ഒട്ടിക്കുന്നു. ഇതുപോലെ നമ്മൾ 4 ടീ ഒട്ടിച്ചെടുക്കുന്നു. ഇവിടെ ഞാൻ 4 ടീകൾ തമ്മിൽ ഒട്ടിച്ചു വച്ചിരിക്കുകയാണ്. ഇത് കണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 ടീ, 1 ടീ, 2 ടീ, 3 ടീ, 4 ടീ. ഇതെല്ലാം ഇതുപോലെയുള്ള കപ്ലിങ്സ് വഴി ഒട്ടിച്ചു വച്ചിരിക്കുകയാണ്. 4 ടീ. ഇതുപോലെ ഇനി ഒരു സെറ്റ് കൂടി ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ 4 ടീ വീതം 2 സെറ്റായിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, 4 ടീ വീതം 2 സെറ്റായിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കും. ഇനി നമ്മൾ 60 സെൻറ്റിമീറ്റർ നീളമുള്ള പൈപ്പ് എടുക്കുന്നു. 60 സെൻറ്റിമീറ്റർ നീളമുള്ള പൈപ്പ് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കടത്തി വയ്ക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കണം.
നമ്മളിങ്ങനെ ഒട്ടിച്ചു. അതുപോലെ തന്നെ 4 പൈപ്പുകളും ഒട്ടിക്കുക. ഈ 4 ടീകളും ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കാൻ പോവാണ്. നമ്മളിതിനെ സോൾവെൻറ്റ് പുരട്ടി ഇതിലേക്ക് ഒട്ടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 പൈപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഒരു ഭാഗം ഉണ്ടാക്കി. അതുപോലെ തന്നെ അടുത്ത 4 പൈപ്പ് ഉപയോഗിച്ച് മറ്റൊരെണ്ണം കൂടി ഉണ്ടാക്കി. ഇപ്പോൾ 2 എണ്ണം ഇത് കണ്ടോ. അപ്പോൾ 2 സെറ്റ് 4 60 സെൻറ്റിമീറ്റർ പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ 2 സെറ്റ് ഉണ്ടാക്കി. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് ഒരു ചെറിയ പൈപ്പോടെ പിടിപ്പിക്കുന്നു. അത് ഒട്ടിക്കുകയാണ്. ചെറിയ പൈപ്പ് ഇതിൽ ഒട്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഗം പുരട്ടുന്നു. ഈ രീതിയിൽ നേരെ കുത്താൻ നിൽക്കത്തക്ക രീതിയിൽ ഒട്ടിക്കുന്നു. നമ്മളിതിൻ്റെ 4 വശത്തും ഇതുപോലെ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 2 സെറ്റ് ഇതുപോലുള്ള ഭാഗങ്ങൾ കിട്ടി. ഇനി ഇതിൻ്റെ ഇടയിൽ 25 സെൻറ്റിമീറ്റർ നീളമുള്ള 4 പൈപ്പുകൾ കടത്തിയിരിക്കുന്നു. ഇതിന് മുകളിലായിട്ട് നമ്മൾ അടുത്ത ഈ ഒരു പീസ് വയ്ക്കുന്നു. ഇവിടെ 4 പീസ് ഒട്ടിക്കുന്നു. ഇത് നമ്മൾ എൽബോ എടുത്തിട്ട് എൽബോ പശ വെച്ചിരിക്കുകയാണ്. ആ എൽബോ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് വയ്ക്കുന്നു. ആ എൽബോയിലേക്ക് 25 സെൻറ്റിമീറ്റർ നീളമുള്ള പൈപ്പ് PVC പൈപ്പ് കടന്നു. ഈ വശത്ത് ചെയ്തതുപോലെ തന്നെ ഒരു പൈപ്പിൻ്റെ 25 സെൻറ്റിമീറ്റർ നീളമുള്ള പൈപ്പിൻ്റെ 2 എൻഡിലും നമ്മൾ ഓരോ എൽബോ കൂടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പശ തേച്ചിട്ട് നമ്മളിപ്പോൾ ഈ ഭാഗത്ത് ഒട്ടിക്കാൻ പോകും. ഈ ഭാഗത്ത് ഒട്ടിക്കുകയാണ്. അതുപോലെ ഇപ്പുറത്തും ഒട്ടിക്കുന്നു. നല്ലതുപോലെ പ്രസ് ചെയ്ത് ഒട്ടിക്കുക. ഇപ്പോൾ നമ്മുടെ ഷൂ റാക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ബേസ് കൊടുക്കണം, 4 കാല് കൊടുക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ അപ്പോൾ ഈ 15 സെൻറ്റിമീറ്റർ നീളമുള്ള 4 പൈപ്പ് നമ്മൾ പശ തേച്ചിരിക്കുകയാണ്. ഇതിനകത്തേക്ക് നമ്മൾ ഇതിന് കാല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കാലിൻ്റെ ഭാഗത്തേക്ക് ഫിക്സ് ചെയ്യുന്നു. അത് ശരിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു ഷൂ റാക്കായി ചെരുപ്പ് നമുക്ക് ഇതിൻ്റെ പുറത്തും താഴെയും ഒക്കെ ആയിട്ട് വയ്ക്കാം. നമ്മുടെ ഷൂ റാക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക.